നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് നല്ല മനസ്സിന് ഉടമയായ ഗുരു. തെറ്റുകൾക്ക് പരസ്യമായ ശിക്ഷ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരിൽ ഏറെയും. എന്നാൽ തെറ്റുകൾ തിരുത്തുകയും നേർവഴി കാട്ടുകയും ചെയ്യുന്നവരാണ് ഗുരുക്കന്മാർ. ഒരിക്കൽ ക്ലാസ്സിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ അധ്യാപകൻ തൻ്റെ അരികിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു. കുട്ടി പറഞ്ഞു, "സർ, എൻ്റെ വാച്ച് ബാഗിൽ വെച്ചിരുന്നതാണ്. അതാരോ മോഷ്ടിച്ചു. കാണാനില്ല. വാച്ചില്ലാതെ വീട്ടിൽ ചെന്നാൽ എന്നെ അച്ഛൻ തല്ലും." അധ്യാപകൻ കുഞ്ഞിൻ്റെ വിഷമം മനസ്സിലാക്കി ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടുമായി ചോദിച്ചു, "നിങ്ങളിൽ ആരെങ്കിലും ഇവൻ്റെ വാച്ച് എടുത്തിട്ടുണ്ടോ?" എല്ലാ കുട്ടികളും ഒരുപോലെ പറഞ്ഞു, "ഇല്ല സർ, ഞങ്ങൾ ആരും എടുത്തിട്ടില്ല." ഒടുവിൽ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, "ശരി, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കണ്ണടച്ച് നിൽക്ക്." അങ്ങനെ അധ്യാപകൻ എല്ലാവരുടെയും പോക്കറ്റ് തപ്പാൻ തുടങ്ങി, വാച്ച് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഓരോരുത്തരുടെയും കീശ തപ്പി തപ്പി വന്ന് മോഷ്ടാവിൻ്റെ കയ്യിൽ നിന്ന് വാച്ച് കിട്ടി. എന്നാലും അധ്യാപകൻ തപ്പുന്നത് നിർത്തിയില്ല. എല്ലാ കുട്ടികളുടെയും പോക്കറ്റ് തപ്പി. അവസാനം വാച്ചിൻ്റെ ഉടമസ്ഥന് വാച്ച് തിരികെ നൽകി. മോഷ്ടിച്ചവൻ അന്ന് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടു, നേരിട്ട് തൻ്റെ ഗുരുവിൻ്റെ രൂപത്തിൽ. അധ്യാപകൻ ആ മോഷ്ടിച്ച കുട്ടിയോട് ഒന്നും ചോദിച്ചില്ല, ശാസിച്ചില്ല, ശിക്ഷിച്ചില്ല. അന്ന് ആ കുട്ടി തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല. മാത്രമല്ല, എന്നെ സ്വാധീനിച്ച ഇദ്ദേഹത്തെ പോലെ ഭാവിയിൽ ഞാൻ ഒരു അധ്യാപകനായിത്തീരും. അങ്ങനെ അവൻ പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു അധ്യാപകനായിത്തീർന്നു. തന്നെ സ്വാധീനിച്ച് തൻ്റെ ഗുരുവിനെ കാണുവാൻ അദ്ദേഹം ചെന്നു. ഗുരുവിന് ശിഷ്യന് മനസ്സിലായില്ല. ഒടുവിൽ വാച്ചിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി ഗുരുവിൽ നിന്ന് ആശീർവാദം വാങ്ങി. തൻ്റെ മനസ്സിനെ ഒരിക്കലും കളങ്കപ്പെടുത്താതെ തൻ്റെ തെറ്റ് തിരുത്തി ഗുരുവിൻ്റെ മൗനത്തിലൂടെ തൻ്റെ തീരുമാനങ്ങൾ മാറ്റിയ ആ ഗുരുവിനെ അദ്ദേഹം തൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചു. അപ്പോൾ ഗുരു ഇപ്രകാരം ആ വ്യക്തിയോട് പറഞ്ഞു, "ഞാൻ അന്ന് കീശ തപ്പിയത് കണ്ണടച്ചുകൊണ്ടാണ്. ആരാണ് വാച്ച് മോഷ്ടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ലായിരുന്നു. എനിക്കറിയുകയും വേണ്ടായിരുന്നു." അപ്പോൾ പിന്നെയും ആ വ്യക്തിക്ക് വളരെ അത്ഭുതമായി തീർന്നു. ഗുരുവിൻ്റെ ഈ സംസാരം, ഗുരുവിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിൽ പിന്നെയും മാറ്റങ്ങൾ ഉളവാക്കി. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണിത്, എന്തൊരു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ ദൈവമുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ്. അപ്രകാരം ഗുരുവിനെ തൻ്റെ അളവറ്റ സ്നേഹം അറിയിച്ചുകൊണ്ട് ശിഷ്യൻ അവിടെ നിന്ന് മടങ്ങി. അതെ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നതിന് വളരെ വ്യക്തമായൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ട ഈ കഥ.